ഔദ്യോഗികമായിട്ട് സർക്കാർ ഈ ഇത് പ്രസ്താവന ഇറക്കി, ഈ ഇതിനകത്ത് അവർക്ക് റോളുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അന്ന് സർദാർ പട്ടേലിനെ പോലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ കള്ളക്കേസ് തന്നെ ഉണ്ടാക്കും. പക്ഷേ അദ്ദേഹം ത്രൂ ഔട്ട് ഈ കേസ് അദ്ദേഹം തന്നെ നേരിട്ട് പരിശോധിച്ചു. അപ്പോൾ നെഹ്റു അദ്ദേഹത്തിന് ഈ അന്വേഷണത്തിൻ്റെ അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് കത്തുകൾ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ പട്ടേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഈ കേസിൻ്റെ അന്വേഷണം ദൈനംദിന പുരോഗതി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, RSSന് ഈ വിഷയത്തിൽ എന്തായാലും ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കളക്റ്റഡ് വർക്ക്സിലുണ്ടാകും. അപ്പോൾ മാത്രമല്ല ആ കേസിലൊന്നും RSSൻ്റെ ഒരു പേരാരും പരാമർശിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ആരാ പ്രതിയായത്, രണ്ടാം പ്രതിയായത്? അല്ല, അതിൽ ഒരു ധാരാളം പേരുണ്ടായിരുന്നല്ലോ. സവർക്കർ പ്രതിയായിരുന്നു. പിന്നെ സവർക്കർ പ്രതിയായിരുന്നു. നാഥറാം ഈ ഗോഡ്സെ ആണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ FIRലോ പിന്നീടുള്ള അന്വേഷണത്തിന് RSSൻ്റെ പേര് തന്നെ ഇല്ല. കാരണം അത് വിദൂരമായി പോലും ബന്ധമില്ല.